Okay, next standard fixed asset ratio. That means fixed asset ratio ൻ്റെ സ്റ്റാൻഡേർഡാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു എത്ര വരെ വന്നിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആണ് അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ സ്റ്റാൻഡേർഡ് ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റേഷ്യോ അല്ല കേട്ടോ. ഫിക്സഡ് അസറ്റ് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡാണ് പറയുന്നത്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഷുഡ് നോട്ട് എക്സീഡ് 1:1 or 100%. ഇവിടെ പറയുന്നത് നമ്മൾ ഫിക്സഡ് അസറ്റ് റേഷ്യോൻ്റെ കോമ്പോണൻസ് പറഞ്ഞിരുന്ന ഏതൊക്കെയായിരുന്നു? ഒന്ന് ഫിക്സഡ് അസറ്റാണ്, പിന്നെ ഒന്ന് ലോങ് ടേം ഫണ്ടാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് 1, ലോങ് ടേം ഫണ്ട് 1. ദാറ്റ് മീൻസ് 1:1 അല്ലെങ്കിൽ 100% എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് അങ്ങനെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഐഡിയൽ എന്നല്ല, എന്തായിരിക്കണം, അതിൽ കൂടാനായിട്ട് പറ്റില്ല. ഇത് 1:1 എന്നുള്ളതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു 2:1 എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പോട്ടെ ഒരു 1.5:1 ആണ് വരുന്നതെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ശരിക്കും നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞു ഫിക്സഡ് അസറ്റ് എപ്പോഴും നമ്മൾ അക്വയർ ചെയ്യേണ്ടത് എന്തിൽ നിന്നായിരിക്കണം? ലോങ് ടേം ഫണ്ടിൽ നിന്നായിരിക്കണം. ഇപ്പോൾ ലോങ് ടേം ഫണ്ടിൽ നിന്ന് അപ്പോൾ നമുക്കിപ്പം ലോങ് ടേം ഫണ്ട് ഒരു 1 lakh ഉണ്ട് വിചാരിക്കും. ഫിക്സഡ് അസറ്റ് ഒരു 1,50,000 ഉണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ 1,50,000-ൽ 1 lakh നമ്മൾ ലോങ് ടേം ഫണ്ടിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം 1 lakh നമ്മളുടെ കയ്യിൽ ലോങ് ടേം ഫണ്ടുള്ളൂ. ബാക്കി വരുന്ന ഈ 50,000 നമ്മൾ എന്തിൽ നിന്നായിരിക്കും? നമ്മുടെ ഷോർട്ട് ടേം ഫണ്ട്, ദാറ്റ് മീൻസ് കറൻറ്റ് ലയബിലിറ്റിയിൽ നിന്നായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഈ കറൻറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും പറയുന്നത് എന്താണ്? ഒന്നുകിൽ ലോങ് ടേം ഫണ്ടിന് തുല്യമായിരിക്കണം ഫിക്സഡ് അസറ്റ് എമൗണ്ട് വരേണ്ടത്, അതിൽ കൂടാനായിട്ട് പറ്റില്ല. അതായത് 100%-ൻ്റെ എബോവ്, അതായത് ലോങ് ടേം ഫണ്ടിൻ്റെ മുഴുവനായിട്ടും 100% നമ്മൾ ഫിക്സഡ് അസറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് 100% നമ്മൾ ലോങ് ടേം ഫണ്ടിൽ നിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുന്ന സിറ്റുവേഷനിൽ നമുക്ക് ബിസിനസ്സിനൊക്കെ കുഴപ്പമില്ല. പിന്നെ ഒരു ഐഡിയൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി എന്ന് പറയാൻ പറ്റുള്ളൊരു ആവറേജ് ലെവലിലാണ്, ഒരു ബാഡ് സിറ്റുവേഷനിലല്ല എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇൻ കേസ് റേഷ്യോ ഇപ്പം ഒരു 0.67:1, ദാറ്റ് മീൻസ് 2/3% ഒക്കെ ആണെങ്കിൽ സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ ലെവൽ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം നമ്മുടെ ഫിക്സഡ് അസറ്റ് കുറവും, ഫിക്സഡ് അസറ്റ് എമൗണ്ട് കുറവും, ലോങ് ടേം ഫണ്ട് കൂടുതലായിട്ടും കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളുടെ കയ്യിൽ നമ്മുടെ പിന്നെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ലോങ് ടേം ഫണ്ട് ഉണ്ട് എന്നുള്ളതാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ്: ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh, ലോങ് ടേം ലോൺസ് 1 lakh, then 6% debentures 1,25,000, reserves and surplus 75,000, current liabilities 3 lakh, fixed asset നെറ്റ് ഫിഗറാണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് പിന്നെ നെറ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള ഫിഗറാണ് 7,50,000. ദെൻ കറണ്ട് അസറ്റ്സ് 1,50,000 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊരു ഐറ്റം വേണ്ട? നമുക്കിവിടെ കറണ്ട് അസറ്റിൻ്റെ ആവശ്യമില്ല അല്ലേ, കാരണം നമുക്ക് ഫിക്സഡ് അസറ്റ് മതി. ഫിക്സഡ് അസറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഫിക്സഡ് അസറ്റും ലോങ് ടേം ഫണ്ടുമാണ് വേണ്ടത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട് 7,50,000 ആണ്. ഇനി ലോങ് ടേം ഫണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ടാണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ടാണ്, ദെൻ ലോങ് ടേം ലോൺസ് ലോങ് ടേം ഫണ്ടാണ്, 8% ഡിബഞ്ചേഴ്സ് ലോങ് ടേം ഫണ്ടാണ്, റിസർവ്സ് ലോങ് ടേം ഫണ്ടാണ്. എന്തും നമുക്ക് വേണ്ട, കറൻറ്റ് ലയബിലിറ്റിയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇൻ കേസ് നമ്മൾ നേരെ മറിച്ചിട്ടാണ് ചെയ്യുന്നത്, അതായത് ഫിക്സഡ് അസറ്റും കറൻറ്റ് അസറ്റും ആഡ് ചെയ്തിട്ട് കറൻറ്റ് ലയബിലിറ്റി ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ലോങ് ടേം ഫണ്ട് തന്നിട്ടുണ്ട്, ഫിക്സഡ് അസറ്റും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ലോങ് ടേം ഫണ്ടിൽ നിന്ന് ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് ഇപ്പം നിങ്ങൾക്കിതിപ്പോൾ നേരിട്ട് ചിലപ്പം കിട്ടിയാൽ ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം
അതായത് ദാറ്റ് മീൻസ് കറൻറ്റ് ലാബിലിറ്റി നമ്മൾ ടോട്ടൽ അസറ്റിൽ നിന്ന് കറൻറ്റ് ലാബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് വർത്ത് കിട്ടും. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആണോ എന്നുള്ളത് അറിയില്ല, കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം വ്യത്യാസമായിട്ട് കിട്ടും. കാരണം നമ്മൾ പറഞ്ഞു 2 രീതിയിൽ നമുക്ക് ലോങ് ടേം ഫണ്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്, ലോങ് ടേം ഫണ്ട്സ് എല്ലാം തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നത് ഓൺഡ് ആൻഡ് ബോറോഡ് ഫണ്ട്സ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ബോറോഡ് ഫണ്ട്സ് ആയിട്ടുള്ള ലോങ് ടേം ലോൺസും ഡിബഞ്ചേഴ്സും തന്നിട്ടുണ്ട്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മുടെ ഓൺഡ് ക്യാപിറ്റൽ വരുന്നതാണ്, അതും എന്താണ് ലോങ് ടേം ഫണ്ടിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫിക്സഡ് അസറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, സൊല്യൂഷൻ നോക്കാം. ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. അതിൽ ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട് 7,50,000 ആണ്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ലോങ് ടേം ഫണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ഫണ്ട്സ്, 6% ഡിബഞ്ചേഴ്സ്. ടോട്ടൽ എത്രയാണ്? 6 lakh ആണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഫിക്സഡ് അസറ്റ് 7,50,000 ഉണ്ട്, ലോങ് ടേം ഫണ്ട് 6 lakh ആണ് വരുന്നത്. അപ്പോൾ റേഷ്യോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 7,50,000, ദാറ്റ് മീൻസ് ഫിക്സഡ് അസറ്റ് 7,50,000 ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട് 6 lakh. നിങ്ങളിവിടെ നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കിയപ്പം തന്നെ മനസ്സിലാവും 7,50,000 ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഉണ്ട്. 6 ലക്ഷം നമ്മുടെ കയ്യിൽ ലോങ് ടേം ഫണ്ട് കാണിക്കുന്നുള്ളൂ. ശരിക്കും ഇതിനകത്ത് 1,50,000 രൂപ നമ്മൾ ലോങ് ടേം ഫണ്ടിൽ നിന്നല്ലാതെ യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് എന്ത്, ഫിക്സഡ് അസറ്റ്സ് 7,50,000 പറയുന്നത്. അപ്പോൾ എങ്ങനെയായിട്ടും എന്തായാലും എങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ വരുന്നത് നോക്കുക, നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോ പറഞ്ഞിരുന്നത് എത്രയാണ്, അതായത് ഫിക്സഡ് അസറ്റ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞിരുന്നത് 0.67:1 അല്ലെങ്കിൽ 66% വന്നാലാണ് ഒരു ഐഡിയൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ലെവൽ എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ മാക്സിമം പോയാൽ 1:1, അതായത് 100%. അതിനേക്കാൾ കൂടുതൽ 100% എബോവ് വന്നാൽ നമുക്കെന്താണ്, ബിസിനസ്സിൻ്റെ കണ്ടീഷൻ മോശമാണ്. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കറണ്ട് ഐറ്റംസ് കൂടി നമ്മൾ ആ ഫണ്ട് ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഈ 0.67 വരേണ്ട സ്ഥാനത്താണ് 1.25:1 എന്നാണ് നമുക്ക് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ദാറ്റ് മീൻസ് 125% വരുന്നുണ്ട് ഫിക്സഡ് അസറ്റ് റേഷ്യോ. അപ്പോൾ അത് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഇങ്ങനെ വരാനുള്ള കാരണം 7,50,000 ഫിക്സഡ് അസറ്റ് വരുന്നുണ്ട്. അതിൽ 6 ലക്ഷം നമ്മൾ ലോങ് ടേം ഫണ്ടിന് യൂസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ലോങ് ടേം ഫണ്ട് കാണിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1,50,000 നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കറണ്ട് ഐറ്റംസിൽ നിന്നാണ് എടുത്തിട്ടുണ്ടാവുക. അത് ഒരിക്കലും നമ്മൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് കറണ്ട് ഐറ്റംസ് കൺസിഡർ ചെയ്യാനേ പാടില്ല. കറണ്ട് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് ഐറ്റംസ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റർപ്രിട്ടേഷൻ നോക്കുക. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് മോർ ദാൻ 1:1. ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ്സ് ആർ മോർ ദാൻ ലോങ് ടേം ഫണ്ട്. ഇവിടെ 1:1 കൂടുതൽ വന്നിട്ടുണ്ട്, അതായത് 1.25:1 വന്നിട്ടുണ്ട്. 0.25 അധികമാണ്. അപ്പോൾ അവിടെ ഫിക്സഡ് അസറ്റിന് എന്താണ്, നമ്മുടെ ലോങ് ടേം ഫണ്ടിനേക്കാൾ കൂടുതൽ എന്ത് വന്നിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് വന്നിട്ടുണ്ട്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ പാർട്ട് ഓഫ് ദ ഫിക്സഡ് അസറ്റ് ദാറ്റ് ഈസ് 7,50,000 ഹാസ് ബീൻ ഫിനാൻസ്ഡ് ഔട്ട് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. അതായത് നമുക്ക് ശരിക്കും ഇവിടെ ഫിക്സഡ് അസറ്റ് 7,50,000 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ പറയുന്നത് നമുക്ക് 6 lakh ലോങ് ടേം ഫണ്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം നമ്മൾ ബാക്കി വരുന്ന 1,50,000 എമൗണ്ട് നമ്മൾ എന്തിൽ നിന്ന് ഫിനാൻസ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ടേം ഫണ്ട്സിൽ നിന്ന് നമുക്ക് ഫിനാൻസ് ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. ഓക്കെ, ദിസ് ഈസ് എഗെയിൻസ്റ്റ് ദ സൗണ്ട് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഒരു ബിസിനസ്സിൻ്റെ ഒരു സൗണ്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആണ് ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പം അങ്ങനെ ഒരു 1.1, അതായത് 1:1 കൂടുതൽ, അതായത് 100% എബോവ് വന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ എന്താണ് സ്ട്രക്ചറിൽ തന്നെ എന്തായിരിക്കും ഡീവിയേഷൻ, അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ബിസിനസ് റൺ ചെയ്യാനായിട്ട് കഴിയില്ല.
ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ബിക്കംസ് വെരി ക്രിട്ടിക്കൽ. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനുള്ള ഫണ്ട് നമ്മളുടെ അടുത്ത് ഉണ്ടാവില്ല. അവിടെ എന്തായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ. ആൻഡ് ദ കമ്പനി ഹാസ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ദ കറണ്ട് അസറ്റ്സ് ആർ ലെസ് ദാൻ കറണ്ട് ലയബിലിറ്റീസ് ഓർ കറണ്ട് റേഷ്യോ ഇസ് ജസ്റ്റ് 0.5:1. അവിടെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് എന്തായിരിക്കും? നമ്മളുടെ എമൗണ്ട് തികയില്ല. അവിടെ എന്താണ്? കറണ്ട് അസറ്റ്സ് ആർ ലെസ് ദാൻ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിനേക്കാൾ താഴെയാണ് എന്ത് വരുന്നത്? കറണ്ട് അസറ്റ്സ് വരുന്നത്. അത് നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ തന്നെ കാണാം. കറണ്ട് ലയബിലിറ്റി 3 lakh വന്നിട്ടുണ്ട്, കറണ്ട് അസറ്റ്സ് 1,50,000 ഉള്ളൂ. അവിടെ കറണ്ട് ലയബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ശരിക്കും പിന്നെ അതിന് ഒരു കറണ്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കറണ്ട് അസറ്റ്സ് 1,50,000 ആണ്. കറണ്ട് അസറ്റ് 1,50,000 ആണ്. കറണ്ട് ലയബിലിറ്റി 3 lakh വരുന്നുണ്ട്. അതിനർത്ഥം അവിടെ 0.5:1 ആണ് എന്ത്? കറണ്ട് റേഷ്യോ വരുന്നത്. നമ്മൾ കറണ്ട് റേഷ്യോ ഓൾറെഡി പഠിച്ചതാണ്. ഒരു 2:1 ഒക്കെ വന്നാലാണ് കറണ്ട് റേഷ്യോ ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയേക്കാൾ കുറവാണ് കറണ്ട് അസറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇറ്റ്സ് വെരി ക്രിട്ടിക്കലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പം ഫിക്സഡ് അസറ്റ് റേഷ്യോയിൽ നമ്മുടെ കോമ്പോണൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സും ലോങ് ടേം ഫണ്ടും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ ഐഡിയൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1. 1:1 കൂടുതലാവാൻ എക്സീഡ് ചെയ്യാൻ പറ്റില്ല. എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സൗണ്ട് ഫിനാൻഷ്യൽ പോളിസിയുടെ എഗെയിൻസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ബിസിനസ് നമ്മളിപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്തതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്? ഇറ്റ്സ് എഗെയിൻസ്റ്റ് സൗണ്ട് ഫിനാൻഷ്യൽ പോളിസി. കാരണം എന്താണ്? അവിടെ 1.2:1 ആണ് എന്ത് വരുന്നത്? ആൻസറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1.25:1. ദാറ്റ് മീൻസ് 125% എന്ത് വരുന്നുണ്ട്? ഫിക്സഡ് അസറ്റ് റേഷ്യോ വരുന്നുണ്ട്. വെച്ചാൽ നമ്മൾ ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാനായിട്ട് ലോങ് ടേം ഫണ്ടിൽ നിന്ന് കൂടാതെ കറണ്ട് അസറ്റിൽ നിന്ന് കൂടി, അതായത് കറണ്ട് ഐറ്റംസിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ.